ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സർക്കാർ ചെലവുകൾ ചുരുക്കി എണ്ണവില തകർച്ച നേരിടാൻ ഗൾഫ് ധനമന്ത്രിമാരുടെ യോഗത്തിൽ ധാരണ. ചെലവ് ചുരുക്കൽ നിർദ്ദേശം എണ്ണവില ഇനിയും കുറയുമെന്നതിനാൽ. ഈജിപ്തിലെ സിനായ് പ്രവിശ്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. നടപടി കാർ ബോംബാക്രമണത്തിൽ 30 സൈനികർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന്. ആക്രമണത്തെ സൗദി ഭരണകൂടം അപലപിച്ചു. തെരഞ്ഞെടുപ്പ് ചൂടിൽ തുനീഷ്യയും ബ്രസീലും. തുനീഷ്യയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നാളെ. വോട്ടെടുപ്പ് നടക്കുന്നത് 217 അസംബ്ലി മണ്ഡലങ്ങളിലേക്ക്. ബ്രസീലിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പും നാളെ. ആഗോള വിപണിയിൽ എണ്ണവില തകർച്ച തുടരുന്ന സാഹചര്യത്തിൽ ചെലവുകൾ ചുരുക്കാൻ ഗൾഫ് ധനമന്ത്രിമാരുടെ സമ്മേളനത്തിൽ ധാരണ. നിരക്ക് വീണ്ടും കുറയാനുള്ള സാധ്യത മുൻനിർത്തി സർക്കാർ വക ചെലവുകൾക്ക് കടിഞ്ഞാണിടണം എന്ന നിർദ്ദേശം കുവൈത്ത് ധനകാര്യമന്ത്രി അനസ് അൽ സാലിഹാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് മുൻപാകെ സമർപ്പിച്ചത്. ജൂണിൽ ആഗോള വിപണിയിൽ ബാരലിന് $110 വരെ ഉണ്ടായിരുന്ന എണ്ണവില 83 ഇപ്പോൾ കുപ്പുകുത്തിയിരിക്കുന്നത്. ഇതുതന്നെയാണ് ചെലവ് ചുരുക്കൽ നിർദ്ദേശം മുന്നോട്ട് വെക്കാൻ കുവൈത്ത് മന്ത്രിയെ പ്രേരിപ്പിച്ചതും. എണ്ണവിലയിടിവ് പെട്ടെന്ന് ഗൾഫിനെ ബാധിക്കില്ലെന്നായിരുന്നു നേരത്തെയുള്ള വിലയിരുത്തൽ. പൊതുധനകാര്യ രംഗത്തെ അസന്തുലിതത്വം ഉൾപ്പെടെ എല്ലാ തുറകളിലും സമഗ്ര സാമ്പത്തിക പരിഷ്കരണം ഈ ഘട്ടത്തിൽ ആവശ്യമാണെന്ന് കുവൈത്ത് ധനമന്ത്രി നിർദ്ദേശിച്ചു. എണ്ണ വരുമാനത്തെ മാത്രം അവലംബിക്കുന്ന നിലവിലുള്ള രീതിയിൽ അടിയന്തര മാറ്റം വേണമെന്ന നിലപാട് മറ്റ് ഗൾഫ് രാജ്യങ്ങളും ഏറെക്കുറെ അംഗീകരിക്കുകയാണ്. സൗദി അറേബ്യ ഉൾപ്പെടെ 6 ഗൾഫ് രാജ്യങ്ങളുടെയും ഏറ്റവും വലിയ വരുമാന സ്രോതസ് ഇന്നും എണ്ണ തന്നെയാണ്. എണ്ണ നിരക്ക് വർധനയിലൂടെ ലഭിച്ച വൻ നേട്ടം എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും വലിയ തോതിലുള്ള വികസന കുതിപ്പിനും പാത ഒരുക്കിയിരുന്നു. എണ്ണവില തകർച്ച ഒമാൻ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾക്കാണ് ഏറ്റവും വലിയ തിരിച്ചടിയാവുകയെന്ന് IMF വിലയിരുത്തുന്നു. ഡീസൽ, മണ്ണെണ്ണ, വിമാന ഇന്ധനം എന്നിവയ്ക്ക് ഏർപ്പെടുത്തിയ സബ്സിഡി വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കത്തിലാണിപ്പോൾ കുവൈത്ത്. വൈദ്യുതി, വെള്ളം എന്നിവയുടെ നിരക്കും പുനഃപരിശോധിക്കുമെന്ന് കുവൈത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. പെട്രോൾ സബ്സിഡി കുറയ്ക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് ഒമാനും വ്യക്തമാക്കിയിരിക്കുന്നു. നടപ്പ് സാമ്പത്തിക വർഷം 4.5% സാമ്പത്തിക വളർച്ച ഉറപ്പാക്കാനായിരുന്നു ഗൾഫിന്റെ തീരുമാനം. എന്നാൽ എണ്ണവിലയിടിവ് കാരണം ഇത് എത്ര കണ്ട് വിജയിക്കുമെന്ന ആശങ്കയും ഇപ്പോൾ ഉയരുന്നുണ്ട്. MCA നാസർ, മീഡിയ 1, ദുബായ്. ഈജിപ്തിലെ സിനായ് മേഖലയിൽ സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന കാർ ബോംബ് സ്ഫോടനത്തിൽ 30 പട്ടാളക്കാർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. വെള്ളിയാഴ്ച ഈജിപ്തിലെ സിനായ് മേഖലയിൽ നടന്ന കാർ ബോംബ് സ്ഫോടനത്തിൽ 30 സൈനികരാണ് മരിച്ചത്. ഇതേ തുടർന്ന് രാജ്യത്ത് 3 ദിവസത്തെ ദുഃഖാചരണത്തിന് സർക്കാർ ഉത്തരവിട്ടിരുന്നു. സംഭവ സ്ഥലത്ത് 24 മണിക്കൂർ നേരത്തെ കർഫ്യൂ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ന് ആഭ്യന്തര സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി പ്രസിഡന്റ് അൽ-സിസി നടത്തിയ ചർച്ചയിൽ സിനാ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണെന്ന് വിലയിരുത്തി. സിനാ മേഖല തീവ്രവാദികളുടെ കൂടാരമായി മാറിയെന്നും തീവ്രവാദികൾക്ക് പുറത്തുനിന്നുള്ള സഹായം ലഭിക്കുന്നുണ്ടെന്നും അൽ-സിസി പറഞ്ഞു. المقصودة بالعملية اللي اتعملت ديت. هقول لكم في الأول إن العملية ديت ورا منها دعم خارجي. 2013 ജൂലൈയിൽ മുഹമ്മദ് മുർസിയെ പട്ടാളാട്ടിമറിയിലൂടെ പുറത്താക്കിയതിനെ തുടർന്നുണ്ടായ ആഭ്യന്തര സംഘർഷം ഈജിപ്തിൽ ഇപ്പോഴും തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1. ഈജിപ്തിലെ വടക്കൻ സിനായിൽ ഉണ്ടായ തീവ്രവാദ ആക്രമണത്തെ സൗദി ശക്തമായി അപലപിച്ചു. നിരവധി സൈനികരുടെ മരണത്തിനും പരിക്കിനും കാരണമായ ആക്രമണം സമാധാനം കാംക്ഷിക്കുന്നവർക്ക് ന്യായീകരിക്കാനാവില്ല. തീവ്രവാദത്തെ ചെറുക്കുന്നതിൽ ഈജിപ്തിന് സൗദിയുടെ എല്ലാ പിന്തുണയും ലഭിക്കുമെന്ന് സന്ദേശത്തിൽ ആവർത്തിച്ചു. തെരഞ്ഞെടുപ്പിനൊരുങ്ങി തുനീഷ്യ. തുനീഷ്യയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 217 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നാളെ നടക്കുക. നവംബർ 23-നാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. നിരവധി പ്രക്ഷോഭങ്ങൾക്ക് ശേഷമാണ് തുനീഷ്യയിൽ പുതിയ ഭരണഘടന നിലവിൽ വന്നത്. ജനുവരിയിലാണ് പുതിയ ഭരണഘടനയ്ക്ക് രൂപം നൽകിയത്. ജനുവരിയിൽ പുതിയ ഭരണഘടന പ്രാബല്യത്തിൽ വന്ന ശേഷം തുനീഷ്യയിൽ നടക്കുന്ന ആദ്യ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് നാളെ നടക്കാനിരിക്കുന്നത്. 217 അംഗ ദേശീയ അസംബ്ലിയാണ് തുനീഷ്യയിലേത്. ദേശീയ അസംബ്ലിയാണ് പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുക. ഒക്ടോബർ 4 മുതലാണ് തുനീഷ്യയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടക്കത്തിൽ സമാധാനപരമായിരുന്നെങ്കിലും പിന്നീട് സംഘർഷത്തിലെത്തിയിരുന്നു. സംഘർഷത്തിൽ ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു. നവംബർ അവസാനത്തോടെ തുനീഷ്യയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും നടക്കും. ന്യൂസ് ഡെസ്ക്, മീഡിയ 1. ബ്രസീലിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ദിൽമ റൂസഫിന് മേൽക്കൈയെന്ന അഭിപ്രായ സർവേകൾ. ഞായറാഴ്ച രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് നിലവിലെ പ്രസിഡന്റ് ദിൽമ റൂസഫിന് വിജയം പ്രവചിച്ച് അഭിപ്രായ വോട്ടെടുപ്പ് ഫലങ്ങൾ പുറത്തുവന്നത്. ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ ആർക്കും ആവശ്യമായ ഭൂരിപക്ഷം കിട്ടാത്തതിനെ തുടർന്നാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് കളമൊരുങ്ങിയത്. ബ്രസീലിലെ ഐബോബ്, ഡാറ്റഫോളോ എന്നീ പ്രമുഖ സർവേ ഏജൻസികൾ പുറത്തുവിട്ട സർവേ ഫലങ്ങളാണ് നിലവിലെ പ്രസിഡന്റും വർക്കേഴ്സ് പാർട്ടി സ്ഥാനാർത്ഥിയുമായ ദിൽമ റൂസഫിന് മേൽക്കൈ പ്രവചിക്കുന്നത്.
ഐബോബ് സർവേ പ്രകാരം 49% വോട്ടർമാരും ഡാറ്റഫോള സർവേ പ്രകാരം 48% വോട്ടർമാരും ദിൽമയെ പിന്തുണക്കുന്നതായാണ് ഫലങ്ങൾ. വർദ്ധിച്ച ആത്മവിശ്വാസമാണ് സർവേ ഫലങ്ങൾ വർക്കേഴ്സ് പാർട്ടി ക്യാമ്പിന് നൽകിയിരിക്കുന്നത്. ഒന്നാം ഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി തനിക്ക് അനുകൂലമായ മാറ്റം തെരുവുകളിൽ ദൃശ്യമാണെന്ന് സർവേ ഫലങ്ങൾ പുറത്തുവന്ന ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ദിൽമ റൂസഫ് അവകാശപ്പെട്ടു. Eu acho que há uma virada visível nas ruas. Eu vi isso também em Duque de Caxias ontem, vi isso no Tuca, em São Paulo, vi isso em vários outros lugares. അതേസമയം സർവേ ഫലങ്ങൾ തള്ളിക്കളഞ്ഞ പ്രതിപക്ഷ പാർട്ടി സ്ഥാനാർത്ഥി എസിയോ നെവസ് തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അഭിപ്രായ വോട്ടെടുപ്പ് ഫലങ്ങൾ പുറത്തുവന്നത് ദുരൂഹമാണെന്ന് പറഞ്ഞു. ഒന്നാം ഘട്ട സർവേ ഫലങ്ങളും യഥാർത്ഥ ഫലവും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. Eu vejo essas pesquisas como um estímulo aos nossos companheiros, às nossas companheiras que querem mudar. രണ്ടാം ഘട്ട പ്രചാരണം ആരംഭിച്ചപ്പോൾ എസിയോ നെവസിന് നേരിയ മുൻതൂക്കമെന്നായിരുന്നു സർവേ ഫലങ്ങൾ. എന്നാൽ അവസാന ഘട്ടത്തിൽ ദിൽമ റൂസഫ് വൻ മുന്നേറ്റം നടത്തിയെന്നാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ബഹ്റൈനിൽ പാർലമെന്റ് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കവേ വിവിധ സ്ഥലങ്ങളിൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ വാഹനങ്ങൾക്ക് നേരെയും മുൻ പാർലമെന്റ് അംഗത്തിന്റെ വീടിന് നേരെയും ജിദാഫ്സിൽ മുനിസിപ്പാലിറ്റി ആസ്ഥാനത്തിന് നേരെയും അക്രമമുണ്ടായി. നിരവധി സ്ഥാനാർത്ഥികൾക്ക് നേരെ അക്രമ ഭീഷണി ഉണ്ടായതായും റിപ്പോർട്ടുണ്ട്. അക്രമ സംഭവങ്ങൾ വ്യാപകമായ പശ്ചാത്തലത്തിൽ ആഭ്യന്തര മന്ത്രാലയം സുരക്ഷ കർശനമാക്കി. ദുബായ് വിമാനത്താവളം മുഖേനയുള്ള യാത്രക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധന. ഈ വർഷം ആഗസ്റ്റ് വരെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ യാത്ര ചെയ്തത് 1.4 വരെ കോടി പേരാണ്. 197 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരാണ് ദുബായ് വിമാനത്താവളം ഉപയോഗിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. മൊത്തം യാത്രക്കാരിൽ 20 ലക്ഷം പേർ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. താമസ കുടിയേറ്റ വകുപ്പ് തലവൻ മേജർ ജനറൽ മുഹമ്മദ് അഹമ്മദ് റാഷിദ് അൽ മറിയാണ് ഈ വിവരം വെളിപ്പെടുത്തിയത്. സെപ്റ്റംബർ 5-ന് ദുബായ് വിമാനത്താവളത്തിൽ വരികയും പോവുകയും ചെയ്ത യാത്രക്കാരുടെ എണ്ണം മാത്രം 63,000 വരും. അനുദിനം വികസനത്തിലേക്ക് കുതിക്കുന്ന ദുബൈയിലെത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ മികച്ച രീതിയിൽ സ്വീകരിക്കാനും യാത്രാ നടപടിക്രമങ്ങൾ എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കാനും ദുബായ് എമിഗ്രേഷൻ വകുപ്പിന്റെ വിവിധ രീതികൾ നിലവിലുള്ളതായി അൽമറി വിശദീകരിച്ചു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം രാജ്യത്തെത്തുന്ന സഞ്ചാരികളെ പുഞ്ചിരിയോടെ സ്വാഗതം ചെയ്യാനും അവർക്ക് മികച്ച സേവനങ്ങൾ നൽകാനും എമിഗ്രേഷൻ ജീവനക്കാർക്ക് നേരത്തെ ഉത്തരവ് നൽകിയിരുന്നു. ഗേറ്റുകൾ, സ്മാർട്ട് ഗേറ്റുകൾ എന്നിവയിലൂടെയുള്ള യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ദുബായ് വിമാനത്താവളം 3-ാം ടെർമിനലിൽ 28 സ്മാർട്ട് ഗേറ്റും ടെർമിനൽ 1-ൽ 16-ഉം 2-ൽ 4 സ്മാർട്ട് ഗേറ്റുകൾ നിലവിലുണ്ട്. വരും നാളുകളിൽ ഇതിന്റെ എണ്ണം വർദ്ധിപ്പിക്കും. 20-ലേറെ സ്ഥലങ്ങളിൽ സ്മാർട്ട് രജിസ്ട്രേഷനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. അതിനു പുറമെ താമസരേഖകളുടെ നടപടിക്രമത്തിന് ഓഫീസുകൾക്ക് പുറമെ അമർ വിസ വാഹനങ്ങൾ, അമർ സ്വയം സേവനങ്ങൾ, മൊബൈൽ വിസ, സ്മാർട്ട് ഫോൺ ആപ്പുകൾ, ഓൺലൈൻ വിസകൾ തുടങ്ങിയവയുടെ വിവരങ്ങളും എമിഗ്രേഷൻ വിഭാഗം പുറത്തുവിട്ടു. മീഡിയ 1 ദുബായ്. അറബിക്കടലിൽ ഇന്ത്യൻ തീരത്ത് രൂപം കൊണ്ട ന്യൂനമർദ്ദം ചുഴലിക്കൊടുങ്കാറ്റായി മാറുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ഒമാൻ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഈ ആഴ്ച മധ്യത്തോടെ ചുഴലിക്കാറ്റ് ഒമാൻ തീരത്തെത്താൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇപ്പോൾ ഒമാൻ തീരത്ത് നിന്ന് 900 കിലോമീറ്റർ അകലെയും മുംബൈയിൽ നിന്ന് 1400 കിലോമീറ്റർ അകലെയുമാണ് ചുഴലിക്കാറ്റിന്റെ സ്ഥാനം. ഇത് അടുത്ത 2 ദിവസത്തിനകം വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റും മുന്നറിയിപ്പ് നൽകുന്നു. 28 നോട്ടിക്കൽ വേഗതയിലാണ് കാറ്റ് രൂപ കൊണ്ടിരിക്കുന്നത്. ഈ ആഴ്ച മധ്യത്തോടെ ചുഴലിക്കാറ്റ് സലാല യമൻ തീരം വഴി കടന്നുപോകാനാണ് സാധ്യത. ഇതിനു മുന്നോടിയായി ഒമാനിലെ ലോഫാർ, വുസ്ത, തെക്കൻ ഷെർഹിയ ഗവർണറേറ്റുകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. കടൽ പ്രക്ഷുബ്ധമായിരിക്കും. 3 മീറ്റർ ഉയരത്തിൽ വരെ തിരമാലകൾ ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കാറ്റിന്റെ ഗതിവിഗതികൾ നിരീക്ഷിച്ച് തിങ്കളാഴ്ച ഇതിന് പേരിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാകിസ്ഥാൻ നിർദ്ദേശിച്ച നിലൂഫർ എന്ന പേരായിരിക്കും ഈ ചുഴലിക്കാറ്റിന് ലഭിക്കുക. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്. ബഹ്റൈനിൽ പ്രവാസികളുടെ ദീപാവലി ആഘോഷങ്ങളുടെ പൊലിമ വർദ്ധിപ്പിച്ച് ഇത്തവണ ഒരു വിശിഷ്ട അതിഥി എത്തി. കിരീടാവകാശിയും 1-ാം ഉപപ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ അഹമ്മദ് അൽ ഖലീഫയുടെ സാന്നിധ്യമാണ് ദീപാവലി ആഘോഷങ്ങൾക്ക് പൊലിമ വർദ്ധിപ്പിച്ചത്. ദീപാവലി ആഘോഷിക്കുന്ന 4 പ്രവാസി പ്രമുഖരുടെ വീടുകളിൽ സന്ദർശനം നടത്തിയാണ് കിരീടാവകാശിയും 1-ാം ഉപപ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ ബഹ്റൈനിലെ ഇന്ത്യക്കാരുടെ ആഘോഷ പരിപാടികളിൽ ഭാഗഭാക്കായത്. കെവൽറാം, ഭാട്ടിയ, അസർപോട്ട, ഹരിദാസ് എന്നീ കുടുംബങ്ങളുടെ വീടുകളിലാണ് ദീപാവലി ആഘോഷത്തിൽ പങ്കുചേരാൻ വിശിഷ്ടാതിഥിയായി കിരീടാവകാശി എത്തിച്ചേർന്നത്.
ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ കെ മോഹൻകുമാർ അടക്കം നിരവധി പ്രമുഖർ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. പ്രവാസി കുടുംബാംഗങ്ങളെ അനുമോദിച്ചും ഹസ്തദാനം ചെയ്തും അവരുടെ സന്തോഷത്തിൽ കിരീടാവകാശി പങ്കുചേർന്നു. ദീപാവലി ലോകത്തിന് മാനവികതയുടെയും ദയയുടെയും സത്യത്തിന്റെയും സന്ദേശമാണ് നൽകുന്നതെന്നും ബഹ്റൈൻ എല്ലാ മതസമൂഹങ്ങളുടെയും സഹവർത്തിത്വത്തിന്റെ ദേശമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ സമൂഹം ബഹ്റൈനിന്റെ വളർച്ചയിൽ നൽകുന്ന സംഭാവനകളെ അദ്ദേഹം അനുസ്മരിച്ചു. മനുഷ്യർക്കിടയിൽ സഹിഷ്ണുത വളർത്തുവാൻ ഇസ്ലാമിക അനുശാസനങ്ങളും മൂല്യങ്ങളും വലിയ പങ്കുവഹിക്കുന്നതായും കിരീടാവകാശി കൂട്ടിച്ചേർത്തു. മീഡിയ 1 ബഹ്റൈൻ. UAE-യിൽ സർക്കാർ സേവനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെ എമിറേറ്റ്സ് ID കാർഡ് സേവനങ്ങൾ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ലഭിക്കുന്ന സംവിധാനം ഏർപ്പെടുത്തുന്നു. പ്രവാസികളും സ്വദേശികളുമായ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾക്ക് കൂടുതൽ എളുപ്പത്തിലും വേഗത്തിലും സേവനങ്ങൾ ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് വിൻഡോസുമായി എമിറേറ്റ്സ് ID സംയോജിപ്പിച്ചത്. അധികം വൈകാതെ 100 കണക്കിന് സർക്കാർ സേവനങ്ങൾ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സംവിധാനത്തിൽ ലഭ്യമാകും. വിൻഡോസ് ഉപയോഗിക്കാൻ കഴിയുന്ന ടാബ്ലറ്റുകളിലും പുതിയ സേവനം ലഭിക്കും. ലോകത്ത് ആദ്യമായി വിൻഡോസുമായി സംയോജിപ്പിക്കുന്ന ദേശീയ ഐഡന്റിറ്റി കാർഡാണ് എമിറേറ്റ്സ് ID. ലോക സിനിമയുടെ സ്പന്ദനങ്ങൾ പ്രേക്ഷകരിലേക്ക് പകർന്ന് അബുദാബി അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം നിരവധി പേരെ ആകർഷിക്കുന്നു. ഇന്ന് മാത്രം 20-ലധികം ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിച്ചത്. റെഡ് കാർപ്പറ്റിൽ നടന്ന ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം യുവ സ്വദേശി സംവിധായകൻ അലി മുസ്തഫ ഒരുക്കിയ A to B എന്ന ചിത്രത്തിലൂടെയായിരുന്നു പ്രദർശനങ്ങൾക്ക് തിരിതെളിഞ്ഞത്. അബുദാബി എമിറേറ്റ്സ് പാലസ് തിയേറ്ററിൽ കാണികൾ വലിയ താൽപര്യത്തോടെയാണ് ഓരോ ചിത്രങ്ങളെയും വരവേൽക്കുന്നത്. 63 രാജ്യങ്ങളിൽ നിന്നുള്ള 300-ലധികം ചിത്രങ്ങളാണ് നവംബർ 1 വരെ നീളുന്ന മേളയിൽ പ്രദർശിപ്പിക്കുക. ഫീച്ചർ, നരേറ്റീവ് ഫീച്ചർ, ഡോക്യുമെന്ററി, ഹ്രസ്വ ചിത്രങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളിലായാണ് സിനിമകളുടെ പ്രദർശനം. UAE-യുടെ സിനിമാ ലോകത്തെ കരുത്ത് വിളിച്ചോതി വിവിധ വിഭാഗങ്ങളിലായി 53 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. അതേസമയം ഇത്തവണത്തെ മേളയിൽ ഇന്ത്യയിൽ നിന്നുള്ള സാന്നിധ്യം ഒരു സിനിമയിൽ ഒതുങ്ങി. ബംഗാളി സംവിധായകൻ ആദിത്യ വിക്രം സെൻഗുപ്തയുടെ നിശബ്ദ ചിത്രമായ ലേബർ ഓഫ് ലവ് ആണ് പ്രദർശിപ്പിക്കുന്നത്. 84 മിനിറ്റ് ദൈർഘ്യമുള്ളതാണ് ഈ ചിത്രം. നരേറ്റീവ് ഫീച്ചർ വിഭാഗത്തിൽ ബോളിവുഡ് നടൻ ഇർഫാൻ ഖാൻ ആണ് ജൂറി ചെയർമാൻ. ലോക സിനിമകൾ പരിചയപ്പെടുന്നതിനും ചലച്ചിത്ര പ്രവർത്തകരെ നേരിൽ കാണുന്നതിനും സ്വദേശികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഫെസ്റ്റിവൽ വേദിയിലേക്ക് എത്തുന്നത്. മീഡിയ 1 അബുദാബി. ഖത്തറിലെ ഫ്രണ്ട്സ് കൾച്ചറൽ സെന്റർ ചർച്ചാവേദിയുടെ ആഭിമുഖ്യത്തിൽ നിൽപ്പ് സമരവും ഭരണകൂട മൗനവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ജനകീയ സംവാദം ശ്രദ്ധേയമായി. ദോഹയിലെ FCC ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഖത്തറിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ഫ്രണ്ട്സ് കൾച്ചറൽ സെന്റർ ഡയറക്ടർ ഹബീബുർ റഹ്മാൻ കീഴ്ശ്ശേരി ചർച്ച നിയന്ത്രിച്ചു. ജനകീയ സംവാദത്തോടനുബന്ധിച്ച് ഒരുക്കിയ ഐക്യദാർഢ്യ ക്യാൻവാസിൽ നിരവധി പേർ ഒപ്പുവെച്ചു. കമല സുരയ്യയുടെ ജീവിതം പശ്ചാത്തലമാക്കി മലയാളത്തിൽ സിനിമയെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് താനെന്ന് സംവിധായികയും കവയത്രിയുമായ ലീന മണിമേഖല പറഞ്ഞു. തിരക്കഥ പൂർത്തിയായ സിനിമയുടെ കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുവെന്നും ലീന മണിമേഖല മീഡിയ 1 പറഞ്ഞു. ദോഹയിൽ 10ാമത് അൽ ജസീറ ഫിലിം ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് സന്ദർശനം നടത്തുകയായിരുന്നു അവർ. ഏറെ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഏതാനും ഡോക്യുമെന്ററി ഫിലിമുകളുടെ സംവിധാനത്തിനു ശേഷമാണ് ലീന മണിമേഖല മലയാളത്തിൽ സിനിമയെടുക്കാൻ ഒരുങ്ങുന്നത്. കമല സുരയ്യയുടെ ജീവിതം പശ്ചാത്തലമാക്കി ഒരുക്കുന്ന സിനിമ അടുത്ത വർഷം പുറത്തിറങ്ങുമെന്നും അവർ പറഞ്ഞു. It won't be on Kamala Suraya, but it will be inspired by Kamala's works and life, and it will be a fiction film. It's a feature-length fiction film. Yeah, that's all I could say. But the scripting is over, casting is happening, so maybe I'll launch the project next year. ഇന്ത്യയിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം സ്വാതന്ത്ര്യത്തിനു ശേഷം ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തെയാണ് സമ്മാനിച്ചതെന്നും ലീന പറഞ്ഞു. I think we are in the darkest time of democracy after independence. So Modi is a mass murderer, and he escapes because of his power. തന്റെ മുൻ സിനിമകൾക്ക് കേരളത്തിൽ നിന്ന് ലഭിച്ച സ്വീകാര്യത ഒരു കലാകാരി എന്ന നിലയിലുള്ള വളർച്ചയ്ക്ക് മുഖ്യ കാരണമായിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. I'm proud to be a neighbor of Kerala because my evolution as an artist Kerala has a major role in my evolution as an artist. 10ാമത് അൽ ജസീറ ഡോക്യുമെന്ററി ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനായി ഖത്തറിലെത്തിയതായിരുന്നു അവർ. ശ്രീലങ്കയിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ കഥ പറയുന്ന വൈറ്റ് വാൻ സ്റ്റോറീസ് എന്ന ഡോക്യുമെന്ററി സിനിമയുമായാണ് ലീന മണിമേഖല മേളയിലെത്തിയത്. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ.